അസ്സലാമലൈക്കും. ആബിദാസ് രുചിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും മുരിങ്ങയിലയും വെച്ചൊരു നാടൻ കറി. 1/2 കപ്പ് പരിപ്പ്, ചെറിയ ഒരു തക്കാളി, ഇത് 1 കപ്പ് മുരിങ്ങയിലയുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്, ഇവിടെ ലുലുവിൽ നിന്ന് വാങ്ങിക്കുന്ന മുരിങ്ങയിലയാണ്, നാട്ടിലെ പോലെ അല്ലല്ലോ. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അരമുറി തേങ്ങ, ഒരു 2-3 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ ചെറിയ ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം ഞാൻ പരിപ്പും തക്കാളിയും ഒരുമിച്ചിട്ട് വെളിച്ചെണ്ണ കട്ടിയായിരിക്കും. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിരിക്കുന്നതാണ്. പിന്നെ പാകത്തിന് ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കും. അങ്ങനെ കുക്കറാണ്, പരിപ്പും കുക്കറും അടപ്പിൽ വെച്ച് വെന്ത് കഴിഞ്ഞ് ഇതിൻ്റെ ആവി മൊത്തം കഴിയുമ്പോൾ തുറന്ന് ബാക്കി സാധനങ്ങൾ ചേർക്കും. ഇതിനു വേണ്ടി തയ്യാറാക്കുന്ന അരമുറി തേങ്ങ, 1 സ്പൂണ് ജീരകം, നല്ല ജീരകം, 2 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 2 ഇതൾ കറിവേപ്പില, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുണ്ടെന്നാലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. ഇനി ഇത് അരച്ചെടുക്കണം. സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതിന് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 സ്പൂണ് കടുകിടുന്നു. 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് ചതച്ച വെളുത്തുള്ളി നമുക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യും. അത് നല്ലൊരു മണവും രുചിയുമാണ്. ആദ്യം കരിയാപ്പിലയും വെളുത്തുള്ളിയും വെച്ച് നമ്മൾ എന്ത് ഭക്ഷണം വെച്ചാലും കരിയാപ്പിലയും ഉള്ളിയും വെളുത്തുള്ളി ആദ്യം ചേർക്കണം, നല്ലൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചുമന്നുള്ളി അരച്ച് ചേർക്കാം. ചുമന്നുള്ളി അരച്ച് ചേർത്ത് നല്ലപോലെ വഴറ്റി ഒരു ബ്രൗൺ കളറാവണം. ഇത് നാടൻ കറിയാണ് ഞാൻ വയ്ക്കുന്നത്. പരിപ്പും മുരിങ്ങയിലയും എല്ലാവർക്കും നല്ലതാണ്. മുരിങ്ങയില കറി നല്ലതാണ്. മുരിങ്ങയില എങ്ങനെ ചെയ്ത് കഴിച്ചാലും നല്ലതാണ് നമുക്ക്. അതുപോലെ കുറച്ച് വറ്റൽമുളക് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇതിൻ്റെ അകത്തുനിന്ന് ഞാനിനി ചെയ്തിരിക്കുന്ന കുറച്ച് ഞാനിങ്ങോട്ട് കോരുവാണ്. അത് നമുക്ക് ലാസ്റ്റ് ഇടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അതിനകത്ത് കോരി എടുക്കുന്നു. ഞാനിതിന് 2 സ്പൂണ് തേങ്ങ ചിരിയിടുകയാണ്. 2 സ്പൂണ് തേങ്ങ ചിരിയിടുന്നത് നല്ലൊരു മണവും രുചിയുള്ളതാണ്. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ തേങ്ങ നമ്മൾ വറുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വയ്ക്കുന്നത്. ഞാൻ ഇത് തേങ്ങയുടെ ചേർത്ത് വറുത്ത് എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അത് നല്ലൊരു മണം തന്നെയാണ്, നല്ലൊരു ടേസ്റ്റുമാണ് ഈ കറിക്ക്. ഒരുവിധം വറുത്ത് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരുവിധം ഗോൾഡൻ കളറായി ഇതിലേക്ക് ഞാൻ കഴുകി വച്ചിരിക്കുന്ന മുരിങ്ങയില എല്ലാവരും പരിപ്പിൻ്റെ കൂടെ ഇട്ട്, പരിപ്പ് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് മുരിങ്ങയില കറി വയ്ക്കാറുണ്ട്. ഞാനിതൊന്ന് വഴറ്റിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് ചേർക്കാം. കാരണം ഉപ്പ് ഞാൻ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്നതാണ് ഇത് പാകത്തിന് ഇട്ടത്. നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി. അതൊന്ന് വാഴുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും ഇതിനകത്ത് ചേർത്ത് വെക്കും. ഇത് ഒന്ന് ചൂടായി നല്ലൊരു കാര്യം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ആദ്യം കോരി എടുത്ത് വെച്ച ഇതിലേക്ക് ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു.
അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത്. ഇപ്പം നല്ല തിളച്ച് അധികം അല്പം വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അരച്ച് വച്ചിരിക്കുന്ന അരപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. സ്വല്പം ചാറ് മതി, എന്നാലാണ് ഒത്തിരി വെള്ളമായാലും നമുക്ക് ആ ടേസ്റ്റ് മാറിപ്പോകും. സ്വല്പം വെള്ളം കൂടി ചേർക്കും. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കും. ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. ഒത്തിരി തിളച്ചാൽ അത്ര തിളയ്ക്കണ കാര്യമില്ല. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ വറ്റൽമുളകും ഉള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും എല്ലാം കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ലൊരു രുചിയും ടേസ്റ്റുള്ളൊരു കറിയാണത്. അതായത് മുരിങ്ങയിലയും പരിപ്പും നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.